നമസ്കാരം. എല്ലാവർക്കും അറിയാം, കേരളത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് പല ജില്ലകളും. ഇതൊരു വൈറൽ ബാധയാണ്. ഇത് ലിവറിനെയാണ് ബാധിക്കുന്നത്. മഞ്ഞപ്പാണ് മെയിനായിട്ട് കാണുന്നത്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരേപോലെ പടരുന്നുണ്ട്. ഇത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് പടരുന്നത്. ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുന്നതിനെ തുടർന്നാണ് ഇത് ഉണ്ടാകുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. പുറത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ, പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ, തട്ടുകട അല്ലെങ്കിൽ ജ്യൂസ് സെൻറ്റേഴ്സ്, ഈവൻ നമ്മൾ പബ്ലിക് ഫംഗ്ഷൻസ്, കല്യാണ വിരുന്നുകൾ, അവിടെയൊക്കെ കൊടുക്കുന്ന വെള്ളം പൂർണ്ണമായിട്ട് നല്ല വെള്ളത്തിൽ ഉണ്ടാക്കിയ ജ്യൂസുകളാണ് ഉറപ്പുവരുത്തുക. ഇതിനകത്തിടുന്ന ഐസുകളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. കൈ കഴിയുന്നതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കുക. പുറത്തു പോകുമ്പോൾ കഴിവതും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കെട്ടിക്കിടന്ന വെള്ളത്തിൽ നിന്ന്, ഇത് ചിലപ്പോൾ നല്ല കിണറുകളെയൊക്കെ മലിനമാക്കിയതുകൊണ്ടായിരിക്കാം, മലിനജലത്തിൽ നിന്നാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മുടെ വീടും പരിസരവും നമ്മൾ ഫുള്ളായിട്ട് നോക്കുക. അസാധാരണമായിട്ടുള്ള ക്ഷീണം, തളർച്ച, നിർജ്ജലീകരണം, മഞ്ഞപ്പ്, വയറുവിർമത, ഛർദി, അസ്വസ്ഥത കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. അനാവശ്യമായിട്ട് പാരസെറ്റമോൾ പനിക്ക് മാത്രം കഴിച്ച് വീട്ടിലിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനി മഞ്ഞപ്പ് കണ്ട് മഞ്ഞപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്ന് കഴിച്ച് വീട്ടിലിരിക്കരുത്. എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. ഇത് ലിവറിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യൂർ ആകുകയും ചെയ്യുന്നതാണ്. ഇതൊരു സാംക്രമിക രോഗമാണ്. സ്പ്രെഡ് ആകാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ശ്രദ്ധിക്കുക. താങ്ക്